നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 12-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 29-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, നല്ല ദിവസമാണ്, ഗുരുവിൻ്റെ ദിവസമാണ്, വ്യാഴം ധനകാരകനാണ്. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നതും മൂലം നക്ഷത്രമാണ്. നക്ഷത്രം അനുകൂലപ്രദമാണ്, ആഴ്ച അനുകൂലപ്രദമാണ്. അതുകൊണ്ട് ഇന്ന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇന്നത്തെ ദിവസത്തെ എടുക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വായ്പയ്ക്ക് വേണ്ടി പോകാനായാലും ശരി, മറ്റെന്തെങ്കിലും സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോകാനായാലും ശരി, ഒക്കെ അനുകൂലപ്രദമായ ഒരു സമയമാണ് ഈ ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ ഇടവ മാസത്തിലെ മൂല നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. അത് സാമ്പത്തിക പുരോഗതിക്ക് ഒപ്പം തന്നെ അവർക്ക് പല കാര്യങ്ങൾക്ക് ഈ ഒരു വർഷം അനുകൂലപ്രദമാണ്. എന്തൊക്കെ? ഊഹ കച്ചവടങ്ങളാവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അതുപോലെ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾക്കെല്ലാം നല്ല ഫലത്തെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അല്ലാതെ മറ്റേതെങ്കിലും ധനഗമ മാർഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, അതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വർഷത്തെ ദൈവം പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:59 തൊട്ട് 3:33 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക്, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും, ഗുളികകാല സമയം വരുന്നത് 9:16 തൊട്ട് 10:50 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:07 തൊട്ട് 7:41 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 തൊട്ട് 12:48 വരെ, 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. യെല്ലോ കളറോ യെല്ലോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.